എൻ്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. സമ്പന്ന കുടുംബത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ തനിക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സന്തോഷകരമായ ഒരു ജീവിതം തനിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. നേടിയതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കൂടുതൽ നഷ്ടത്തിലാണ് കലാശിച്ചത്. എന്നോട് പൊറുക്കണം. വേറെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന പ്രത്യാശയോടെ. സ്നേഹപൂർവ്വം, കുമാരൻ. ഗോപാലേട്ടൻ നല്ല കടുപ്പത്തിലുള്ള ചായ. നിനക്ക് ചായ തരാൻ എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. അതെന്താ? നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കേ. അപ്പോഴേക്കും 2-3 ആൾക്കാർ വരും. 2 ചായക്ക് വെള്ളം ചൂടാക്കിയാലേ എനിക്ക് മുതലാവൂല. ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെ പറയണമെന്നാ പറയുന്നത്? എടോ, ഞാനൊരു സ്വകാര്യ ദുഃഖം പറഞ്ഞതേ ഉള്ളൂ. അതെ, നാളെ ഇഡലിക്കിടാൻ ഉഴുന്നുപരിപ്പ് തീർന്നു. മനുഷ്യന്റെ പരിപ്പടയിരിക്കുമ്പോൾ അവളുടെ ഒരു ഉഴുന്നുപരിപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലട്ടാ. അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ചൂടായതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. നിനക്ക് അറിഞ്ഞൂടെ, ആ കരിങ്കല്ല് പണിക്കാര് പോയ പിന്നെ ഒരു ഈച്ച എങ്ങാട് കയറിയിട്ടില്ലെന്നും. പിന്നെ ഒറ്റ സമാധാനമേ ഉള്ളൂ, വാകേറിയ ദൈവം ഉണ്ടംപൂരിയും പാലും വെള്ളവും തരാതിരിക്കില്ല. ഗോപാല, അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കാട്ടിപ്പറമ്പിൽ കുമാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. ഇപ്പൊ കൊട്ടാനും പാടാനുള്ള നേരമല്ല. എന്തോ അറിഞ്ഞില്ലേ? നമ്മുടെ കുമാരൻ മരിച്ചു. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളകിയിട്ടുണ്ടല്ലോ. കുട്ടപ്പാ, എങ്ങോട്ടാ എല്ലാരും കൂടെ ജാതിയായിട്ട്? അതാ അണ്ണാമാധവന്റെ ശബ്ദമാണല്ലോ. അയാള് മരത്തേലുണ്ടോ? അണ്ണാനെ, നീ അറിഞ്ഞ നമ്മുടെ കാട്ടിലെ കുമാരൻ കൂട്ടിലെ വടിയുടെ? നമ്മുടെ കാട്ടിപ്പറമ്പ് കുമാരൻ വടിയായി പോയെന്ന്. എന്ത്? നമ്മുടെ കുമാരനോ? നിക്ക്, ഞാൻ വരുന്നു. ഇറങ്ങി വാ, ഇറങ്ങി വാ. കള്ളന്മാരെ, കേടികളെ, കമണ്ടടിക്കാരെ, ബില്ലാളികളെ, ജഗജില്ലികളെ, ജാഗ്രത, ജാഗ്രത. ചേട്ടന്റെ വീട്ടിൽ അടിച്ചു മാറ്റി സൈക്കിളല്ല, ബസ് സ്റ്റാൻഡിന് പൊക്കിയതാ. നീ പോടാ, നീ ഒന്നും നന്നാവില്ല. നിങ്ങൾ ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. ആ മഴ ഒഴിഞ്ഞ് താടാ അണ്ണനെ, നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അണ്ണാനെ, ആ പുറകെ വരുന്ന മണിയനെ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ കാല് സദാസമയം ഉറയ്ക്കാത്തതാ. കുട്ടപ്പ, നീ നിന്നെ നോക്കിയാൽ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. കണ്ട, മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് നനഞ്ഞേനെ. നീന്തിക്കാരി വാടാ, കഴുതേ. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ. സത്യം വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഞാനാണ് സഖാവ് ബാബു. കേൾക്കുന്നുണ്ടോ? സഖാവ് കൂടെ എത്തിയിട്ടുണ്ടല്ലേ? അല്ല, അപ്പൊ മാവിന്റെ കാര്യത്തെ എങ്ങനെ? തെക്കാലെ മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ? മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനി നേരമുണ്ട്. ആദ്യം ബോഡി ഇങ്ങോട്ട് എത്തട്ടെ. ഒരു നോക്ക് കാണാന്നും പറഞ്ഞോണ്ട് ഓടി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കിടത്തിയിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു.
നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല, ഞാൻ ഇന്ത്യക്കാരൻ. കേന്ദ്രം കടം വാങ്ങിച്ചാൽ ഞാൻ ഇതിനെ കൊടുക്കുന്നേ. ഞാൻ എപ്പോ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താ പോവഴി സഖാവ്? സഖാവ് എന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ? മേലെ വാര്യത്തെ അമ്മണിയമ്മ കിണറ്റി ചാടി തെറ്റപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ, ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആരെ കൊണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ. കഥ പറയുന്ന പ്രായം പോയി, തല തിരിയണ കാലം